പ്രകൃതി നിങ്ങൾക്ക് എല്ലാം നൽകുന്നു. സോപ്പ് കായ്ക്കുന്ന മരം നിങ്ങളുടെ വീട്ടിലുണ്ടോ? നമുക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല. പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന ഇലയും മുറ്റത്തെ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ഷാമ്പുവുമെല്ലാം പ്രകൃതി കനിഞ്ഞു നൽകിയവയാണ്. ഇവയെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ് ഫാക്സ് മൊജോ ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പോന്നാട്ടെ. നമ്പർ 10. സോപ്പ് വിളയുന്ന മരം. സോപ്പ് വിളയുന്ന ഒരു മരമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സോപ്പ് എന്ന് പറയുന്ന വസ്തു മനുഷ്യനിർമ്മിതം മാത്രമല്ല, പ്രകൃതിദത്തം കൂടിയാണെന്നറിയാമോ? ഇതാണ് സോപ്പിൻ കായ്കൾ കായ്ക്കുന്ന സോപ്പ് മരം. ഈ മരത്തിൽ വിളയുന്ന സോപ്പിൻ കായ്കൾ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പ് പോലെയോ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലോ നന്നായി പതയും. വെറുതെ പതയുക മാത്രമല്ല, അഴുക്കെല്ലാം നല്ല വെടിപ്പായി കളയുകയും ചെയ്യും. പ്രകൃതിദത്തമായതുകൊണ്ട് തന്നെ തുണികൾക്കും നമ്മുടെ കൈകൾക്കും യാതൊരു ദോഷവും ഉണ്ടാകില്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നല്ല മധുരമുള്ള പഴങ്ങളുടെ മണമാണിവയ്ക്ക്. കുളിക്കുമ്പോഴും തുണി അലക്കുമ്പോഴും ഇതേ മണം കിട്ടും. സോപ്പിൻ കായിൽ അടങ്ങിയിട്ടുള്ള സാപ്പോണിൻ എന്ന രാസവസ്തുവാണ് ഇത് നന്നായി പതയാനുള്ള കാരണം. മരത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന പാകമായ സോപ്പിൻ കായ്കൾ ഒന്ന് കഴുകി തെരഞ്ഞെടുത്താൽ മാത്രം മതി. അതിങ്ങനെ നുരഞ്ഞ് പതഞ്ഞു വരും. ഞെരുടുന്നത് അതിലെ ദ്രാവക രൂപത്തിലുള്ള സാപ്പോണിൻ പുറത്തു വരാൻ വേണ്ടിയാണ്. ഒരു ബക്കറ്റ് തുണി അലക്കാൻ വെറും ഒരു പിടി സോപ്പിൻ കായ മതി. നാച്ചുറൽ ആന്റി ബാക്ടീരിയലായ ഈ സോപ്പ് കായ്കൾ നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ധാരാളം മെഡിസിനൽ വാല്യൂസുമുണ്ട്. ആമസോണിൽ ലഭ്യമാണ്. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. എന്നാൽ ഇവിടെ കൂടി ഒന്ന് പതിപ്പിച്ചോ. നമ്പർ 9. മധുരിക്കും ഇലകൾ. പഞ്ചസാര ഉപയോഗിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? പക്ഷെ പഞ്ചസാരയുടെ അമിത ഉപയോഗം ഉണ്ടാക്കുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അപ്പൊ പിന്നെ പഞ്ചസാരയ്ക്ക് പകരം ചായയിലും കാപ്പിയിലും എന്തിടും? വഴിയുണ്ടല്ലോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന പ്രകൃതിദത്തമായ സ്റ്റീവിയ എന്ന ഇലയെക്കുറിച്ചാണ്. സ്റ്റീവിയ റിബോഡിയാന എന്ന സസ്യത്തിന്റെ ഇലകളിൽ സ്റ്റീവിയോൾ ഗ്ലൈക്കോസൈഡ്സ് എന്ന സ്വീറ്റ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് കാലറി രഹിത മധുരം നൽകുന്നു. പല ആഹാര പദാർത്ഥങ്ങളിലും സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഷുഗറിന് പകരം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണിത്. സൗത്ത് അമേരിക്കയിലാണ് സ്റ്റീവിയയുടെ സ്വദേശം. നൂറ്റാണ്ടുകളായി അവിടുത്തുകാർ പഞ്ചസാരയ്ക്ക് പകരം സ്റ്റീവിയാണ് ഉപയോഗിക്കുന്നത്. കലോറി ഫ്രീ ആണെന്നതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവലിനെ യാതൊരു വിധത്തിലും ബാധിക്കാത്തതിനാൽ ഇത് ഡയബറ്റിക് ഫ്രണ്ട്ലി കൂടിയാണെന്ന് പറയാം. ഹൈലി കോൺസെൻട്രേറ്റഡ് സ്വീറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് സ്റ്റീവിയ കയ്പായാണ് അനുഭവപ്പെടുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മാത്രമല്ല, ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ആന്റി ഓക്സിഡന്റായി പ്രവർത്തിക്കുന്നതിനും ഇത് സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ആളുകളിൽ സ്റ്റീവിയ അലർജി ഉണ്ടാക്കാറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മാത്രവുമല്ല, സ്റ്റീവിയ ഇലകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണെന്ന് ഇതുവരെ FDA അംഗീകരിച്ചിട്ടില്ല. നമ്പർ 8. വീട്ടുമുറ്റത്തെ ഷാംപൂ. നിങ്ങളുടെ മുടി ഇഴകളെ മൃദുലമാക്കുന്ന ഒരു ഉഗ്രൻ നാച്ചുറൽ ടെക്നിക്ക് പറഞ്ഞു തരട്ടെ. ഇതാണ് ജിഞ്ചർ പ്ലാന്റ്. പേര് കേട്ട് ഇഞ്ചിച്ചെടിയാണെന്നൊന്നും ധരിച്ചേക്കല്ലേ. ആശാൻ ചില്ലറക്കാരനല്ല കേട്ടോ. ദേ ഇവനെ ഉണ്ടല്ലോ, ഇങ്ങനെ പിടിച്ച് ദിങ്ങനെ ഒന്ന് പിഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം ഷാംപൂ ദിങ്ങനെ ഒഴുകി വരും. സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ് ഈ ഷാംപൂ ചെടിയുടെ സ്വദേശം. ഇഞ്ചിയുടേതിന് സമാനമാണ് ഇതിന്റെ ഗന്ധം. ഈ ചെടിയുടെ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ജെൽ പോലുള്ള പദാർത്ഥം മുടി വൃത്തിയാക്കാനും കണ്ടീഷൻ ചെയ്യാനും ഉപയോഗിക്കാം. ഈ ജെല്ലിൽ പ്രകൃതിദത്ത ക്ലീനിംഗ് ഏജന്റായ സാപ്പോണിനുകൾ അടങ്ങിയിട്ടുണ്ട്. താരനും ഒരു മികച്ച പരിഹാരമാണ് ഈ ജെല്ല്. ഷാംപൂ ഒക്കെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാകുന്നത് എന്ത് രസമായിരിക്കും. നമ്പർ 7. തലയിൽ വെക്കാൻ ചിരട്ടയോ. ഷാംപൂ ഇട്ട് പറത്തിയ മുടി ഇഴകളെ ഒതുക്കി കെട്ടി വെക്കാൻ ഒരു ഹെയർ ക്ലിപ്പ് വേണമല്ലോ. അതും പ്രകൃതിയിൽ നിന്ന് തന്നെ ആയാൽ എങ്ങനെയിരിക്കും? ഇതാ ഒരു അടിപൊളി നാച്ചുറൽ ഹെയർ ക്ലിപ്പ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്തിൽ നിന്നാണെന്ന് മനസ്സിലായോ? അതെ, നമ്മുടെ സ്വന്തം ചിരട്ട തന്നെ. ചിരട്ട ഇങ്ങനെ മുറിച്ചും മുരച്ചും മിനുക്കിയും ഉണ്ടാക്കിയെടുത്തതാണ് ഈ ചിരട്ട ക്ലിപ്പ്. കുറച്ച് പണിയെടുത്താൽ എന്താ, നല്ല ഒന്നാന്തരം ഒരു ക്ലിപ്പല്ലേ കയ്യിലിരിക്കുന്നത്. നമ്പർ 6. പ്രകൃതിദത്ത നൂലും ബാഗും. നൂറ്റാണ്ടുകളായി നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തും വിപുലമായി കൃഷി ചെയ്യുന്ന ജ്യൂട്ട് അഥവാ ചണയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പശ്ചിമ ബംഗാളിലാണ് ചണം കൂടുതലായും കൃഷി ചെയ്യുന്നത്. പ്രകൃതി നമുക്കായി നൽകിയ ഒരു പ്രകൃതിദത്ത നൂലാണ് ചണം. ഈ നൂൽ ഉപയോഗിച്ച് ചാക്ക് മുതൽ ബാഗ് വരെ നിർമ്മിക്കാം. നീണ്ട കുറ്റിച്ചെടികളാണിവ. വിളവെടുത്ത ചണം കെട്ടുകളാക്കി വെള്ളത്തിലിടുന്നു. ജൂട്ട് നാരുകൾ പെട്ടെന്ന് വേർപെടുത്തിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം വേർപെടുത്തിയെടുത്ത ചണനാരുകൾ ഉണങ്ങാനായി തുറസായ സ്ഥലത്ത് തൂക്കിയിടുന്നു. പിന്നീടവ നന്നായി കഴുകിയെടുത്ത് മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നുമാണ് ചണം കൊണ്ടുള്ള ചാക്കും നൂലും ബാഗും മറ്റുൽപ്പന്നങ്ങളും എല്ലാം നിർമ്മിച്ചെടുക്കുന്നത്. പണ്ട് കടക്കാർ ചാക്ക് നൂല് വെച്ച് സാധനങ്ങൾ കെട്ടിയിരുന്നത് ഓർമ്മ വരുന്നുണ്ടോ? നമ്പർ 5. കസ്തൂരി തൈലം. മൃഗങ്ങളിൽ നിന്നൊരു പെർഫ്യൂം കിട്ടിയാലോ? അതെ, കസ്തൂരി മാനിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കസ്തൂരി ഗന്ധവുമായി നടക്കുന്ന കൊമ്പില്ലാത്ത ചെറിയ ഇനം മാനുകളാണിവ.
ഇന്ത്യ, ചൈന, മ്യാൻമാർ, നേപ്പാൾ എന്നിവിടങ്ങളിലാണ് കസ്തൂരി മാനുകൾ കാണപ്പെടുന്നത്. പൃഷ്ഠഭാഗത്തും കാൽവിരലുകൾക്കടിയിലും ഗന്ധം പുറപ്പെടുവിക്കുന്ന പ്രത്യേകതരം ഗ്രന്ഥികൾ ഇവയ്ക്കുണ്ട്. എന്നാൽ പ്രായപൂർത്തിയായ ആണിന്റെ വയറിന്റെ ഭാഗത്തുള്ള ഗ്രന്ഥികളിൽ നിന്നാണ് കസ്തൂരി അഥവാ മസ്ക് ലഭിക്കുന്നത്. 1 കിലോഗ്രാം കസ്തൂരിക്ക് $45,000 വരെ വിലയുണ്ട്. ഇണയെ ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് ആൺമാനുകൾ കസ്തൂരി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഒരു അമൂല്യ സുഗന്ധ ഉൽപ്പന്നമാണ് കസ്തൂരി. അതുപോലെ തന്നെ പല രോഗശമനത്തിനും കസ്തൂരി ഉപയോഗിക്കാറുണ്ട്. ഇവയ്ക്ക് വാനിലയുടെ ഗന്ധമാണത്രേ. പലരും തേടി നടക്കുന്ന ഒരു നാച്ചുറൽ പെർഫ്യൂമാണ് കസ്തൂരി തൈലമെന്ന് പറയാതെ വയ്യ. പണം കായ്ക്കുന്ന മരം. എന്നാൽ ചെടികളും നമുക്ക് അടിപൊളി അത്തർ നൽകുമെന്ന് പറഞ്ഞാലോ? പൊന്നിനേക്കാൾ വിലയുള്ള മരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതാണ് ചന്ദനത്തിന്റെ അപരനായി കരുതുന്ന ഊത് അഥവാ അകിൽ. കാഴ്ചയിൽ വെറും തടി, പക്ഷെ സുഗന്ധ ലേപനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അകിലിന് പൊന്നുവിലയാണ്. ഇതിന്റെ തടിക്കഷ്ണം പുകച്ചാൽ വളരെ നല്ല സുഗന്ധമാണ്. അക്വിലേറിയ എന്ന മരത്തിൽ നിന്നാണ് നമുക്ക് സുഗന്ധം പരത്തുന്ന ഊത് അഥവാ അഗർ ലഭിക്കുന്നത്. ഊത് എണ്ണയാണ് ലോകത്തെ ഏറ്റവും വില കൂടിയ എണ്ണ. ആയുർവേദ, യുനാനി ഔഷധങ്ങളിലും ഊത് ഉപയോഗിക്കുന്നുണ്ട്. 50 വർഷത്തോളം കാലമെടുത്താലേ ഊത് സുഗന്ധമരമാകൂ. ഊതുമരം തുളയ്ക്കാനെത്തുന്ന ഒരിനം വണ്ടുകളാണ് യഥാർത്ഥത്തിൽ ഊത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഊതുമരത്തിന്റെ കാതലിനുള്ളിൽ വണ്ടുകൾ സഹവാസം തുടങ്ങുന്നു. ഈ വണ്ടുകളിൽ നിന്നും പുറത്തുവരുന്ന ഒരുതരം എൻസൈം ഈ മരത്തെ നശിപ്പിക്കുന്നു. ഈ കേടുവന്ന മരമാണ് അതുല്യമായ സുഗന്ധദ്രവ്യമാകുന്നത്. ഊതിൽ നിന്നും എടുക്കുന്ന സുഗന്ധദ്രവ്യത്തിന് ലിറ്ററിന് ലക്ഷങ്ങൾ വില വരും. മരത്തിന്റെ കാലപ്പഴക്കമാണ് ഊതിന്റെ വില നിശ്ചയിക്കുന്നത്. ഊതെണ്ണയ്ക്ക് 12 മില്ലിഗ്രാമിന് 3000 മുതൽ 22,000 വരെയാണ് വില. 70 കിലോ ഊതിൽ നിന്നും കഷ്ടിച്ച് 20 മില്ലി തൈലം മാത്രമാണ് ലഭിക്കുക. ഊത് കൃഷി വ്യാപകമാകാതിരിക്കാനുള്ള കാരണം ഇതാണ്. നമ്പർ 4, വാഴയിലയും വട്ടയിലയും. ഇനി നമുക്ക് ഒരു പ്രകൃതിദത്തമായ പ്ലേറ്റ് കൂടി വേണ്ടേ? നമ്മൾ മലയാളികൾക്ക് വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നത് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഇതിന്റെ ആരോഗ്യതലം കൂടി മനസ്സിലാക്കിയിരിക്കണ്ടേ? വാഴയിലയിൽ വിളമ്പുന്ന ഭക്ഷണം നല്ല രുചികരമാണെന്ന് മാത്രമല്ല ആരോഗ്യകരവുമാണ്. ഇപ്പോൾ പല റെസ്റ്റോറന്റുകളും വാഴയിലയിൽ ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. വാഴയിലയിൽ EGCG പോലുള്ള പോളിഫിനോൾ എന്ന സസ്യ അധിഷ്ഠിത സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കും കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത ആന്റി ഓക്സിഡന്റുകളാണ് പോളിഫെനോളുകൾ. ഇലകളിൽ വിളമ്പുന്ന ഭക്ഷണം പോഷകങ്ങളും ആന്റി ഓക്സിഡന്റുകളും വലിച്ചെടുക്കുകയും നിങ്ങൾക്ക് ഗുണം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വാഴയിലയിൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. വാഴയില മണ്ണിൽ കുഴിച്ചിടുമ്പോൾ വേഗം മണ്ണിൽ അലിഞ്ഞു ചേരുന്നതിനാൽ ഇത് പരിസ്ഥിതിക്ക് യാതൊരുവിധ ദോഷവും വരുത്തുന്നില്ല. വാഴയിലകൾ ഡിസ്പോസിബിൾ പ്ലേറ്റുകളെ അപേക്ഷിച്ച് സാമ്പത്തികമായി മെച്ചവുമാണ്. വാഴയിലയിൽ മെഴുകുപോലുള്ള ഒരു ആവരണമുള്ളതിനാൽ ഇത് നനഞ്ഞു കുതിരുകയില്ല. ചുരുക്കി പറഞ്ഞാൽ വാഴയിലയിൽ വിളമ്പുന്ന ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യകരവും ശുചിത്വവും പോഷകവും പരിസ്ഥിതിക്ക് ഗുണകരവുമാണ്. വാഴയില മാത്രമല്ല, അതുപോലെ ഗുണകരമായ മറ്റൊരു ഇലയാണ് വട്ടയില അഥവാ മക്കറംഗ പെൽറ്റാറ്റ. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയാണിത്. പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രത്തിലെ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ബാക്ടീരിയൽ ഏജന്റ് കൂടിയാണിത്. കൂടാതെ മകരംഗ പെൽറ്റാറ്റയ്ക്ക് ആന്റി ഓക്സിഡന്റും ക്യാൻസർ വിരുദ്ധ ഗുണങ്ങളുമുണ്ട്. പറമ്പിൽ വെറുതെ നിൽക്കുന്ന വട്ടയില പോലും നിസാരക്കാരനല്ലെന്ന് മനസ്സിലായില്ലേ? അത് പറിച്ച് അടയോ കുമ്മുളപ്പമോ ഒക്കെ ഉണ്ടാക്കി നോക്കുന്നേ. നമ്പർ 3, പ്രകൃതിദത്ത അണുനാശിനി. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ലെമൺ ഗ്രാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇഞ്ചിപ്പുല്ല്. അരോമാറ്റിക് ഓയിൽ വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണിത്. അതുകൊണ്ട് തന്നെ പല സുഗന്ധദ്രവ്യങ്ങളും തയ്യാറാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. പലതരത്തിലുള്ള ഔഷധങ്ങൾ തയ്യാറാക്കാനും ഇഞ്ചിപ്പുല്ല് ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ഭക്ഷണപാനീയങ്ങളിലും ഇഞ്ചിപ്പുല്ല് ചേർക്കാം. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ഇതിനെ കൂടുതലായും ഒരു ഫ്ലോർ ക്ലീനറായാണ് ഉപയോഗിക്കുന്നത്. അതിന് കാരണം ഇതിന്റെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളാണ്. പ്രകൃതി തന്നെ നമുക്കായി നൽകിയ ഒരു ഹൈലി എഫക്റ്റീവ് അണുനാശിനിയാണ് ലെമൺ ഗ്രാസ് എന്നതിൽ സംശയമില്ല. നമ്പർ 2, പീച്ചിങ്ങ ലൂഫ. പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു ലൂഫ ഉണ്ടെന്ന് പറഞ്ഞാലോ? പീച്ചിങ്ങയുടെ ഉള്ളിലെ ഈ ഉണങ്ങിയ ഭാഗം അതിന്റെ വിത്തുകൾ കളഞ്ഞതിനു ശേഷം ഇതിനെ കഷ്ണങ്ങളായി നിങ്ങൾക്ക് ഇതൊരു ബോഡി വാഷറായോ പാത്രങ്ങൾ കഴുകാനോ ഉപയോഗിക്കാം. ഇനി ഭൂമിക്ക് ഭാരമായ പ്ലാസ്റ്റിക് സ്പോഞ്ചുകളോട് ബൈ ബൈ പറയാൻ എന്തിനു മടിക്കണം? പ്രകൃതി നൽകുന്ന ഇവയെ ചേർത്ത് നിർത്താം. നമ്പർ 1, സോഷ്യൽ മീഡിയ സ്റ്റാർ റോസ്മേരി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് റോസ്മേരി ചെടി. നേർത്ത ഇലകളുള്ള തീക്ഷ്ണ ഗന്ധമുള്ള ആകർഷകമായ ചെടിയാണ് റോസ്മേരി. പച്ചക്കറി, ചിക്കൻ, മീൻ വിഭവങ്ങൾ, സാലഡ്, സൂപ്പ് തുടങ്ങിയവയ്ക്ക് മണവും ഗുണവും രുചിയും നൽകുന്ന ചേരുവയാണത്. റോസ്മേരിയിൽ നിരോക്സികാരികളും വിറ്റാമിൻ B6, C, അയൺ, കാൽഷ്യം, സോഡിയം, മഗ്നീഷ്യം എന്നിവയുമുണ്ട്. ഇത് ദഹന പ്രക്രിയയെ സഹായിക്കുന്നു.
ഇലത്തണ്ട്, പൂവ് എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോസ്മേരി ഓയിൽ മുടി വളരാനും ഓർമ്മശക്തി വർദ്ധിക്കാനും സഹായിക്കും. ബുദ്ധി, ശ്രദ്ധ, ഏകാഗ്രത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാൽ ഇത് ഇൻഡോർ പ്ലാന്റായി സ്റ്റഡി റൂമിൽ വെക്കുന്നത് ഏറെ ഗുണകരമാണ്. മാനസിക സമ്മർദ്ദവും അമിതഭാരവും കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ റോസ്മേരി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടെന്ന് പറയും പോലെ റോസ്മേരിക്കും ചില ദൂഷ്യവശങ്ങളുണ്ട്. വലിയ അളവിൽ റോസ്മേരി ഉപയോഗിക്കുന്നത് ഛർദി, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. അതുപോലെ അമിത രക്തസമ്മർദ്ദമുള്ളവർ ഇത് ഉപയോഗിക്കരുതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി ഉടനെ കാണാം. See you soon.